ഇത് 2023 CGL ബോട്ടം സ്ട്രീമിനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബോട്ടിൻ്റെ സ്പീഡ് സ്റ്റിൽ വാട്ടറിൽ 45 റിവറിൻ്റെ സ്പീഡാണെങ്കിൽ 15 km/h ആണ്. ടൈം ടേക്കൺ ടു കവർ സർട്ടേൺ ഡിസ്റ്റൻസ് ഇൻ അപ് സ്ട്രീം ഈസ് 9 hours മോർ ദാൻ ടൈം ടേക്കൺ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ ഡൗൺ സ്ട്രീം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. അതായത് ഒരു ഡിസ്റ്റൻസ് അപ് സ്ട്രീമിൽ എടുക്കുന്നതിനേക്കാളും 9 മണിക്കൂർ ഡൗൺ സ്ട്രീം എടുക്കുന്നതിനേക്കാളും 9 മണിക്കൂർ കൂടുതലാണ് അപ് സ്ട്രീമിൽ എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡും അതുപോലെ തന്നെ സ്ട്രീമിൻ്റെ സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ് സ്ട്രീമിൻ്റെ സ്പീഡ് എത്ര കിട്ടും? 45 - 15 എടുക്കാം. എത്ര വരും? 30 എന്ന് പറഞ്ഞു വരും. സ്ട്രീമിൻ്റെ സ്പീഡ് എത്ര കിട്ടും? ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എത്ര കിട്ടും? 45 + 15, ഒഴുക്കിൻ്റെ അതേ ദിശ 60. ഇനി നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു ഇക്വേഷൻ പഠിക്കുമല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന S1 S2 ഡെൽറ്റ എസ് ഡെൽറ്റ ടി. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. കാരണം സെയിം ഡിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ പോകുന്നു, വേറെ സ്പീഡിൽ പോകുന്നു. അപ്പോൾ ടൈമിലുള്ള ചേഞ്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു, ഇത്ര ടൈം കൂടുതൽ എടുക്കുന്നു. ആ ഒരു മോഡൽ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുമ്പോൾ 60 × 30 സ്പീഡിൻ്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ്. ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ സ്പീഡിലുള്ള ഡിഫറൻസ് ഇൻറ്റു ടൈമിലുള്ള ഡിഫറൻസ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് കിട്ടും. ആൻസർ എത്രയെന്ന് പറഞ്ഞു കിട്ടും? 540 എന്ന് പറഞ്ഞു കിട്ടും. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.